കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വമുണ്ടാകട്ടെ. ഈ ഒരു ചെറിയ വീഡിയോ ഒരു ശൃംഖലയുടെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ മുമ്പ് CSI സഭയുടെ ഒരംഗമായിരുന്നു. വളരെ കാലം ആ സഭയോട് ചേർന്ന് നടക്കുകയുണ്ടായി. അതിനു മുൻപ് മർത്തോമ സഭയിലും കുറച്ച് നാൾ ഭോപ്പാലിലായിരുന്നപ്പോൾ മർത്തോമ സഭയിലും കൂടി അവിടുത്തെ കൂട്ടായ്മയിലായിരുന്നു. അങ്ങനെ അവിടെ പാടിയ പാട്ടുകൾ, ഈ ഒരു പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് CSI സഭയിൽ, ഷാർജ സഭയിൽ ഞാനായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൺവെൻഷനിലെ പാട്ടുപുസ്തകമാണ്. എന്നെ അറിയാവുന്ന പല സഹോദരങ്ങൾക്കും അറിയാവുന്ന ഒരു പേജായിരിക്കണം. അപ്പോൾ ഇതിൽ അവർ പാടുന്ന ഒരു പാട്ടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു, പാപങ്ങളെയൊക്കെയും ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകവെ നീക്കിടുന്നു. രണ്ടാമത്തെ ചരണം, ഇടയനെ പോലെ നമ്മളെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മളെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്ക് ഏകിയവൻ. അപ്പോൾ ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ വളരെ CSI സഭയിലൊക്കെ സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ള സഭയാണ്. അപ്പോൾ വളരെ മനോഹരമായി അവർ ഈ പാട്ട് പാടും. പാട്ട് പാടുമ്പോൾ നമുക്ക് വളരെ ആ സംഗീതത്തോടുള്ള ആ ഒരു സ്നേഹം കാരണം നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നും. പക്ഷെ എന്താണ് പാടുന്നത് എന്ന് അവർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് വാക്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ, അവരുടെ ശ്രദ്ധ നേടുവാൻ, മറ്റുള്ളവരും ഈ പാട്ട് പാടുമ്പോൾ അവരുടെ ശ്രദ്ധ അതിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നത്. പല പാട്ടുകളും ഈ എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പലരും വായിക്കുന്നു, പലരും പല കാര്യങ്ങളെയും അതിൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ മാത്രമേ അവരുടെ ഹൃദയത്തിൽ അത് ഇറങ്ങുന്നുള്ളൂ എന്നുള്ള കാര്യമാണ്. പക്ഷേ പാട്ടുകൾ എഴുതുമ്പോൾ ആ വചനത്തിൽ നിന്നും അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അവർ എഴുതുന്നതും. മിക്കവാറുമുള്ള പാട്ടുകൾ പരിശുദ്ധാത്മാവാൽ പ്രേരിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്നത് പോലെ പരമപിതാവിന് സ്തുതി പാടാം. പരമപിതാവിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അവൻ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്, രോഗങ്ങളെ നീക്കുന്നവനാണ്, ഇടയനെ പോലെ നമ്മളെ തേടി വന്നവനാണ്. പരമപിതാവാണ് ഇടയനെ പോലെ നമ്മളെ തേടി വന്നത് എന്നുള്ള ആത്മീക സത്യം ഈ പാട്ടിൽ കൂടെ നമ്മളെ പാട്ട് എഴുതിയ ആൾ എഴുതി അറിയിക്കുകയും നമ്മളെ പാടുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുവാണ്. എപ്പോഴാണ് പരമപിതാവ് ഇവിടെ വന്നത്? എല്ലാവരും വിശ്വസിക്കുന്നത് പരമപിതാവ് പുത്രനെ അയച്ചു എന്നുള്ള കാര്യമാണ്. മനുഷ്യൻ ആയ ക്രിസ്തു യേശു എന്ന രീതിയിൽ മനുഷ്യൻ പരിശുദ്ധാത്മാവാൽ അവൻ ജനിക്കപ്പെട്ടതുകൊണ്ട്, പരിശുദ്ധാത്മാവാൽ നിയന്ത്രിക്കപ്പെട്ടതുകൊണ്ട് മനുഷ്യനായ ക്രിസ്തു യേശു പല പ്രവാചകന്മാരും അവരെക്കുറിച്ച് പറയുന്നത് പോലെ യഹോവയായ ദൈവം എന്നെ അയച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ മനുഷ്യനായ ക്രിസ്തു യേശു അയക്കപ്പെട്ടവൻ തന്നെയാണ്. പക്ഷെ പരമപിതാവാണ് വന്നിരിക്കുന്നത് ഇടയനെ പോലെ എന്ന് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു കാര്യം, തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യം, ശിഷ്യന്മാർ ആയിരിക്കുന്നവരോട് പറയുന്ന കാര്യമാണ്. മന്ദബുദ്ധികളെ, തിരുവെഴുത്തിൻ പ്രകാരം സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് വിശ്വാസം ഇല്ലാത്തവരെ വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യം? മോശ മുഖാന്തരം സകല പ്രവാചകന്മാരും
എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ യെഹെസ്കേലിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ എൻ്റെ ആടുകളെ മറ്റ് ഇടയന്മാരുടെ അടുക്കൽ കൊടുത്തപ്പോൾ അവർ അവരെ മുതലെടുത്തു. ഇനി ഞാൻ മറ്റൊരാളെയല്ല ഇടയനാക്കുവാൻ പോകുന്നത്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തേടുകയും ഞാൻ അവരെ നടത്തുകയും ചെയ്യുമെന്ന് യെഹെസ്കേലിൽ കൂടെ ദൈവം, യഹോവയായ ഏക സത്യ ദൈവം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഇടയൻ ആകുവാൻ യോഗ്യനായവൻ ഇനി മനുഷ്യരിൽ ആരുമില്ല. ദൈവം അയച്ചവരെ ഒരുവനും അവൻ വിശുദ്ധനല്ല. അവൻ തൻ്റെ വേല തന്നെ ചെയ്യൂ എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു. മനുഷ്യരിൽ ആരുമില്ലായിരുന്നു നല്ല ഇടയനാകുവാൻ. അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ജഡമെടുത്ത് നമുക്ക് ഇടയനായി വന്നു. അതുകൊണ്ടാണ് ഈ പാട്ടുകാരൻ പറയുന്നത്, പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ നമ്മുടെ ജീവൻ നൽകിയവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് നമ്മളെ ഇടയനെ പോലെ തേടി വന്നത് എന്നുള്ള വാക്യമാണ് അവിടെ പറയുന്നത്. പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞത് വിശ്വസിച്ച ഈ പാട്ട് എഴുതിയ ആള്. പക്ഷെ പാടുന്നവർ ഇത് മനസ്സിലാക്കുന്നില്ല. CSIയിൽ നിങ്ങൾ നടന്നതുകൊണ്ട്, അല്ലെങ്കിൽ CSIയുടെ പാരമ്പര്യം കൊണ്ട്, 78-80 വർഷത്തെ പാരമ്പര്യം കൊണ്ട് നിങ്ങളെ ആർക്കും രക്ഷിക്കുവാൻ സാധിക്കത്തില്ല. ഈ ഒരു സത്യം മനസ്സിലാക്കാതെ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-14 വാക്യത്തിൽ പറയുന്നു, മക്കൾ ആരുടെ മക്കൾ? പിതാവിൻ്റെ മക്കൾ. പിതാവിൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും. അപ്പോൾ ആരാണ് ജഡരക്തം അല്ലാത്തവൻ? ആത്മാവ് ആയവൻ, പുത്രന്മാർ അല്ലാത്തവൻ, മക്കൾ അല്ലാത്തവൻ, അതായത് പിതാവായ ദൈവം തന്നെ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയെ തോൽപ്പിക്കുവാൻ വേണ്ടി, അവരെ മരണത്തിൻ്റെ ഭീതിയിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നു എന്നുള്ള ആത്മീക സത്യം എബ്രായർക്ക് എഴുതിയ ലേഖനം 2-14 പറയുന്നു. ദൈവം ആത്മാവായ ദൈവം ആത്മാവാകുന്നു എന്ന് യേശു പറയുന്നു. പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാള് അടുത്തു വരുന്നു എന്ന് ആ യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു. പിതാവിനെ അറിഞ്ഞ് ആരാധിക്കണം. പിതാവ് തന്നെയാണ് ജഡം രക്തവും എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നത്. അവൻ തന്നെയാണ് ഇടയനെ പോലെ നമ്മളെ തേടി വന്നത് എന്നുള്ള ആത്മീക ആ സത്യം മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. CSIക്കാരനാകുവാനല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ശിഷ്യന്മാർ ആകുന്നവർക്ക് ക്രിസ്തു എന്ന ആത്മാവിൽ കൂടെ, അതായത് ദൈവം ആത്മാവാകുന്നു, യോഹന്നാൻ 4-ാമത്തെ അധ്യായം. 1 കൊരിന്ത്യർ 12 ദൈവം ഒരു ആത്മാവ്, അതുകൊണ്ട് ദൈവം ഒരുവൻ തന്നെ എന്ന് പറയുന്നു. ആ ഒരേ ആത്മാവിൻ്റെ പല ആത്മീയ പ്രവർത്തനമാണ് ക്രിസ്തു അതുപോലെ തന്നെ ആകുന്നു എന്ന് പറയുന്നു. ഒരു ശരീരം, പല അവയവങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങളായ പല അവയവങ്ങൾ, അങ്ങനെയാകുന്നു ദൈവം. ഏക ശരീരം, ഏക ആത്മാവ്. ആ ഏക ശരീരവും ഏക ആത്മാവായ ദൈവം തന്നെയാണ് യേശു മശിഹ ആയിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നത്, ഇടയനെ പോലെ നമ്മളെ തേടി വന്നവൻ. അതുകൊണ്ടാണ് അവൻ നിത്യപിതാവായിരിക്കുന്നവൻ, പരമപിതാവ് തന്നെ, ആത്മാവായ ഏക സത്യ ദൈവം എന്നുള്ള ആ വലിയ സത്യം ദൈവം നിങ്ങളെ ഈ പാട്ട് നിങ്ങൾ ഇനി പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.